ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. വെൽക്കം ടു മൈൻഡ് പവർ അക്കാദമി. എൻ്റെ പേര് സ്മിത മാഹിൻ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വിവേകിനെയാണ്. വിവേക്. ഓക്കെ. വിവേകിനെ പറ്റി വിവേക് തന്നെ പരിചയപ്പെടുത്തും. വിവേക് നമ്മുടെ വെൽത്ത് ക്ലബ്ബിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ 6-7 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെൽത്ത് ക്ലബ്ബിൽ നമ്മുടെ ഒപ്പം ഈ ജേർണിയിലൊപ്പം ഉണ്ടായിരുന്ന വിവേക്. വിവേകിൻ്റെ പ്രൊഫഷൻ എന്താണ്, വിവേക് എന്താണെന്നുള്ളത് വിവേക് തന്നെ പരിചയപ്പെടുത്തും. ഓക്കെ, ഗ്രേറ്റ്. ഓവർ ടു വിവേക്. ഓക്കെ, താങ്ക് യു മാം. ഹായ്, എൻ്റെ പേര് വിവേക്. ഞാൻ കോഴിക്കോട് വടകര സ്വദേശിയാണ്. സ്മിത മാമിൻ്റെ 6 മാസം മുന്നേ ഉള്ള ഒരു വെൽത്ത് ക്ലബിലാണ് ജോയിൻ ചെയ്തത്. ആക്ച്വലി ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞ ലോക്കോ പൈലറ്റാണ് ഞാൻ. ഒരു ഫിക്സഡ് സാലറി ആയിരിക്കും. ആ സാലറി കൊണ്ടാണ് സാധാരണ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞാൽ ആ സാലറി കൊണ്ടാണ് ബാക്കിയെല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് പോകുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചു അത് റെഡിയാവില്ല, കുറച്ചും കൂടി മാറ്റം വരണം. അങ്ങനെയാണ് സ്മിത മാമിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കി ഇത് മൈൻഡിൻ്റെ ഉള്ളിലാണ് ആദ്യം ചേഞ്ച് വരേണ്ടത്. അപ്പം മാഡത്തിൻ്റെ ക്ലാസ് അത് തുടർച്ചയായി 6 മാസം കേട്ടു. അതിൻ്റെ ഫലമായി എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായി. റിലേഷൻഷിപ്പിൽ നല്ല ബന്ധങ്ങളായി മാറി. പിന്നെ സാമ്പത്തികമായിട്ട് വളരെയേറെ മുന്നേറാൻ പറ്റി. അങ്ങനെ പല രീതിയിലും എനിക്ക് ഈ കോഴ്സ് ഉപകാരപ്പെട്ടു. പ്രധാനമായിട്ടും സാമ്പത്തിക മേഖലയിലാണ് എനിക്ക് കൂടുതൽ മെച്ചങ്ങൾ വന്നത്. പലപ്പോഴും സാലറി മാസാവസാനമാകുമ്പോൾ അക്കൗണ്ടിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥയിൽ മാറി. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ അവിടുന്ന് 10 ഇരട്ടിയോളം റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് മാറുക. എങ്ങനെയാണെന്ന് അറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല. പൈസ എവിടെയെങ്കിലും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 മടങ്ങോ 15 മടങ്ങെല്ലായിട്ടാണ് നമുക്ക് തിരികെ വരുന്നത്. അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. വെൽത്ത് ക്ലബിൽ നിന്നും വിവേകിന് കിട്ടിയ വെൽത്തിനെ പറ്റിയുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ്? വെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു എല്ലാം മനസ്സാണല്ലോ നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നിട്ടിറങ്ങിയാൽ എല്ലാം സാധ്യമാവും. വളരെ എന്താ പറയുക, നമ്മൾ ഒരു കാര്യം ലക്ഷ്യം വെക്കുക, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, അൺകണ്ടീഷണൽ ലവ്, ഇത് തന്നെ ധാരാളം മതി. ഈ സാധനം മൂന്നും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുക. ഈ വെൽത്തിനെ പറ്റിയുള്ള തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വെൽത്ത് ഒരു മൈൻഡ് സെറ്റ് ആണ്, ഒരു എനർജി ആണെന്നൊക്കെ പറഞ്ഞു. ആ എനർജിയെ പറ്റി എന്താണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? വെൽത്തിന്റെ എനർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പണത്തോട് എപ്പോഴും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അതായത് പണത്തെ കാണുമ്പോൾ അനുഗ്രഹിക്കുക, ബ്ലസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിനെ ഒന്ന് തൊട്ട് തലോടി, അതിനെ ഒന്ന് കിസ് ചെയ്ത്, അതിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആ വെൽത്തുമായിട്ടൊരു ഒരു അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. സ്വാഭാവികമായിട്ട് ഒരു വെള്ളം ഒഴുകുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് പണം എത്തിച്ചേരുകയും ചെയ്യും. പൈസ ചിലപ്പോൾ അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് മെയിൻ. ഒരു വറിയോ ഒന്നും ഉണ്ടാവും. അത് തന്നെ ഓട്ടോമാറ്റിക്കായി പിന്നെ എന്താ പറയുക, കിണറിലെ വെള്ളം താഴ്ന്നു പോകില്ലേ, അതായത് മോട്ടറിലടിച്ച് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് താണു പോകും. പക്ഷെ അത് പെട്ടെന്ന് പിന്നെ അതേ ലെവലിൽ തന്നെ തിരിച്ചെത്തും. അതേപോലെ തന്നെയാണ് ഇത്. വെൽത്തിൻ്റെ എനർജി ആയിട്ട് കോൺസൈഡ് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് ആ ലെവൽ താണു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ലെവലിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഇനി വിവേകിന് ഉണ്ടായ കുറച്ച് നേട്ടങ്ങളെ പറ്റി പറയുമോ? ആസ് എ ഫിഗർ, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറയാമോ? ഓക്കെ, ആക്ച്വലി ഞാൻ കുറേ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്തത്. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയതിനെ കൊണ്ട് ഒരു പരിമിതി ഉണ്ടായിരുന്നു ബിസിനസ്സിലും ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി 2-3 എണ്ണം
തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. പാർട്ട്നേഴ്സിനെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണുള്ളത്. സംസാരിക്കുന്നേ ഉള്ളൂ. സംസാരിച്ചൊരു കമ്പനിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ LLP ആക്കിയിട്ട് ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പ്ലാൻ ഉള്ളത്. എൻ്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിൽ. റിയൽ എസ്റ്റേറ്റും ഉണ്ട്, പ്ലസ് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു എന്താ പറയാ, ആ ഒരു നിങ്ങളും വെൽത്തും വിവേക്കും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഡേ ബൈ ഡേ അതൊരു ദൈവികമായ ഒരു തലത്തിലേക്ക് ഉയരുന്നുണ്ടല്ലേ? ദൈവത്തിന്റെ ഒരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും തീർച്ചയായും ഉറപ്പായി അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മൾ ഒരു ഈ പണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അറിയാതെയാണ് പണം ഇങ്ങോട്ട് എങ്ങനെ ഏത് രീതിയിലെങ്കിലും എവിടെ നിന്നെങ്കിലും നമ്മളടുത്ത് എത്തിക്കോളും. പൈസ ആവശ്യമുള്ള പണം നമ്മളടുത്ത് കയ്യിലെത്തിക്കോളും. അതിനെ കുറിച്ച് ഒരു വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പൈസ ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും എത്തിക്കോളും. ആ സമയത്താകുമ്പോഴും എല്ലാം റെഡി ആയിക്കോളും. അങ്ങനെ വിശ്വസിക്കുകയാണ് ഞാൻ. അങ്ങനെ വിശ്വാസം മാത്രമല്ല, ആ ഫലത്തിൽ വരുന്നുണ്ട്. ശരി. മാഡം മ്യൂട്ടായി പോയി തോന്നുന്നു. ആ, ശരിയാണ്. നമ്മളത് എങ്ങനെ എത്തിച്ചേരും എന്നുള്ളൊരു വറി ചെയ്യുന്നതിനുപരിയായിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിവേക്. ഐ എം ഓൾവേസ് പ്രൗഡ് ആൻഡ് ഐ ഓൾവേസ് ബ്ലസ് ഹിം ബിക്കോസ് ഹി ഹാസ് ഡൺ എ miraculous job in this journey for this past 6 months he has been doing. കഴിഞ്ഞ 6 മാസമായിട്ട്, 6 അല്ല 7 മാസത്തോളം ഇപ്പം അടുത്ത ബാച്ചിലേക്ക് വിവേക് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവേകിന് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് കീപ്പപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് വിവേകിൻ്റെ ആ ഒരു പേഷ്യൻസും എന്താ ആ ഒരു സ്ഥിരോത്സാഹവും ലക്ഷ്യത്തിലേക്കുള്ള ഫോക്കസും തന്നെയാണ്. വിവേകിന് ഇനിയും ഒരുപാട് ഒരുപാട് ഐശ്വര്യങ്ങളും അബണ്ടൻസും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജനാണ് അല്ലേ? വെൽത്ത് ഓക്സിജൻ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്സിജൻ. അപ്പോൾ വെൽത്ത് എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും വെൽത്തുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ ഓഫ് കോഴ്സ് എക്സ്റ്റേണൽ വർക്കുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഇന്നർ എനർജിയും കൂടെ, ഒരു വെൽത്ത് എനർജിയും കൂടെ നമ്മൾ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എവറിത്തിങ് വിൽ ബി ഡിവൈൻ. ഒരു ദൈവത്തിൻ്റെ ഒരു കരസ്പർശം നിങ്ങൾ ചെയ്യുന്നതിൽ എല്ലാത്തിലും ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വിവേക്. I'm so much happy and blessed to have you in this community. Thank you so much, Vivek. Thank you so much. Bless you for all your future endeavors. Thank you so much. താങ്ക് യു മാം. താങ്ക് യു യൂണിവേഴ്സ്. Thank you so much. Love you all.